എനിക്ക് തോന്നുന്നു അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഉപയോഗിച്ച ചിഹ്നത്തെക്കാൾ നല്ലത് ബൂമറാങ് ആയിരുന്നു നല്ലത്. ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർക്ക് തന്നെ തിരിച്ചടിയാവുന്നതാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതെല്ലാം സൃഷ്ടിക്കപ്പെട്ട ഒന്നായിരുന്നു എന്നുള്ളത്. രണ്ട്, അതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളായിരുന്നില്ല എന്നുള്ളത്. ഏറ്റവും പ്രധാനം അതെല്ലാം BJPയെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പോലും, അവരുടെ പ്രവർത്തകർക്ക് പോലും, അവരുടെ ഘടകകക്ഷികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിൽ അത് ബൂമറാങ്ങായി തിരിച്ചു വന്നത്. നമ്മൾ ഇന്നലെ കണ്ടപ്പോൾ പറഞ്ഞതാണല്ലോ, ദാർശനികമായി പരിശോധിച്ചാലും RSSുമായി സമരസപ്പെട്ടു പോകുന്നൊരു മനസ്സല്ല സന്ദീപ് വാര്യർക്കുള്ളതെന്ന് ഞങ്ങളെക്കാൾ മുമ്പ് പറഞ്ഞത് AK ബാലനാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വാതിലുകൾ എന്തിനാണ് കൊട്ടിയടക്കുന്നത്? അവരെ അപ്പുറത്ത് നിർത്തലാണോ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം? അവരെ മാറ്റിക്കൊണ്ടുവരലല്ലേ ഞങ്ങളുടെ ഉത്തരവാദിത്വമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് MP രാജേഷാണ്. അപ്പുറത്തുള്ളവരെല്ലാം അപ്പുറത്ത് തന്നെ നിൽക്കട്ടെ എന്ന സ്ഥിതി അല്ലല്ലോ. ഞങ്ങൾ പ്രവർത്തനം നടത്തി അവരൊക്കെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരലാണല്ലോ ഞങ്ങളുടെ ഉത്തരവാദിത്വമെന്ന് OK വാസുവിൻ്റെയും അശോകൻ്റെയും കാര്യത്തിൽ ആദ്യം പറഞ്ഞത് 2014 ശ്രീ പിണറായി വിജയനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അവർ ഈ പറയുന്ന പത്രപരസ്യം ഉൾപ്പെടെ അതെല്ലാം ബൂമറാങ് ആയിട്ട് തിരിച്ചടിക്കുകയാണ്. അവരുടെ പ്രവർത്തകർക്കുള്ള പ്രയാസം ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ BJPയെ സഹായിക്കാൻ വേണ്ടിയുള്ള തരത്തിലായിപ്പോയി. പ്രചരണങ്ങളും സംസാരവും പലപ്പോഴും സംഘപരിവാർ ലൈനിലായി പോകുന്നു എന്നതുകൊണ്ട് തന്നെ ചിഹ്നം പോലും ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പിൽ ആ പ്രവണതയ്ക്കെതിരെ പ്രതികരിച്ച് പാർട്ടിയെ രക്ഷപ്പെടുത്താൻ സാധാരണ CPM പ്രവർത്തകൻ പോലും തയ്യാറാവുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറും എന്നാണ് പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ ഷാഫിയോട് പറയുകയും ചെയ്യുന്നത് ഇന്നലെ MP രാജേഷ് വൈകിട്ട് പറഞ്ഞു. അദ്ദേഹം കണ്ടെത്തിയ സ്ഥാനാർത്ഥിയോടൊന്ന് അദ്ദേഹത്തിന് ആദ്യം ഒന്ന് ഉപദേശിക്കായിരുന്നില്ല. അദ്ദേഹം കണ്ടെത്തിയ സ്ഥാനാർത്ഥി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞത് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ പറയാനും തയ്യാറാവുക.